സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് 75ാമത്തെ ദിവസത്തിലെ 5ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് സംസാരിച്ചു കൊടുക്കാൻ നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പോഴും നിങ്ങൾ എൻ്റെ ചാനൽ വന്നാൽ പോലും 360ഓളം ചാപ്റ്ററുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. വളരെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇത്രയും ഞാൻ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഒരിക്കലുമില്ല. നമുക്ക് ഒരുമാതിരിയൊക്കെ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങാൻ വേണ്ടി നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം മതി. അതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇത് സത്യത്തിൽ ഞാൻ ആദ്യം തന്നെ ഒന്നാമത്തെ ദിവസം തന്നെ പറയേണ്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ആ ചാപ്റ്ററുകളുടെ ലിസ്റ്റ് പോലും ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഈ സെൻറ്റൻസ് പ്രിപ്പറേഷൻ സീക്രട്ട്. അതായത് നമ്മൾ മലയാളികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊരു ചാപ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സ്ട്രക്ചറിൻ്റെ പ്രശ്നമാണ്. ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സിംഗുലർ പ്ലൂറൽ, ടെൻസസ്, വെർബിൻ്റെ ലിസ്റ്റ്, പിന്നെ 1500 വാക്കിൻ്റെ ഒരു ബുക്ക്. എന്തൊക്കെ ടെൻസസ് പഠിക്കണം എല്ലാം പഠിക്കേണ്ട ആവശ്യമുണ്ട്. വെറും 5 ടെൻസസ് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ശ്രദ്ധിക്കാം, വിശദമായിട്ട് നോക്കാം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അതുമായിട്ട് ഞാൻ എൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഞാൻ വിശദീകരിച്ചിട്ടുള്ളത് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, നമ്മൾ മലയാളികൾക്ക് പഠിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ്. ഇതിൻ്റെ സ്ട്രക്ചറിലൊരു വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ വിശദമായിട്ട് ഞാൻ എന്താണല്ലോ അതിൻ്റെ അകത്തേക്ക് പോകുന്നില്ല എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒന്നാമത്തെ ചാപ്റ്റർ എൻ്റെ പഠിക്കണം. ലിങ്ക് ഞാൻ എല്ലാത്തിൻ്റെ ഏതൊക്കെ പടങ്ങളാണ് പഠിക്കുന്നത് ആ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഒരു സിംഗുലറിലും പ്ലൂറലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. എന്താണ് ഇത്ര വലിയ കാര്യം? സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം. പക്ഷേ ഇംഗ്ലീഷ് ഭാഷ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഈ സിംഗുലർ പ്ലൂറലിലാണ്. വളരെ അതിശയം തോന്നും അല്ലേ? അത് നമ്മൾ ചിലപ്പോഴൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് ഈ ഏകവചനം ബഹുവചനം? നമ്മളൊക്കെ പലപ്പോഴും ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞിരുന്നതാണ് അല്ലേ ഏകവചനം ബഹുവചനം. പക്ഷെ നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ല യഥാർത്ഥത്തിൽ എന്താണ്. എന്ത് സാധനം ഒന്നെടുത്താലും അത് ഏകവചനമല്ല, അതായത് സിംഗുലറാണ്, ഒരെണ്ണം അല്ലേ. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ രാജു എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? ഒറ്റയാളാണ് എൻ്റെ സുഹൃത്ത് രാജു അല്ലേ. അതേസമയം 2 മാങ്ങ എന്ന് പറഞ്ഞാലോ അത് ഒന്നിൽ കൂടുതലായി അല്ലേ. അപ്പോഴെന്താണ് അത് പ്ലൂറലായി. ഇനിയിപ്പോൾ 1000 ഡിനോസർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലാണല്ലോ. ഒന്നിൽ കൂടുതലുള്ള എന്ത് സാധനം അത് പ്ലൂറലാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ചില ട്രിക്കി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഉദാഹരണം പറയാം, വെള്ളം അല്ലേ. വെള്ളം ഒന്നാണോ അതോ ഒന്നിൽ കൂടുതലുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അതെല്ലാം സിംഗുലറാണ് അല്ലേ. ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് സംശയം ഉണ്ടാകുന്ന എന്ത് സാധനവും അത് സിംഗുലറാണ്, ഏകവചനമാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് സിമ്പിളായിട്ട് നമുക്ക് തോന്നും. പക്ഷേ എന്താണ് ചിലപ്പോൾ നമുക്ക് ഇതായിരിക്കാം നമ്മുടെ ഇംഗ്ലീഷിനെ തെറ്റിക്കുന്നത്. അപ്പം നമുക്ക് അതാണ് നിങ്ങൾ രണ്ടാമത്തെ പഠിക്കേണ്ടത്. രണ്ടാമത്തെ ചാപ്റ്ററിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ടെൻസസുകളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചാടി ടെൻസസിലേക്ക് പോകണം. ഇന്ന് നിങ്ങൾ ചോദിക്കുന്ന നൗണ്, പിന്നെ അഡ്ജക്റ്റീവ്, ആഡ്വേർബ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പഠിക്കണം. വേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. കുറച്ച് അഡ്വാൻസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മൾ പഠിച്ചാൽ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ മലയാള ഭാഷ പഠിക്കുമ്പോഴേ വൃത്തവും ഒക്കെ നമ്മൾ പഠിച്ചത് എപ്പോഴാണ് പഠിച്ചല്ലേ? 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് നമ്മൾ വൃത്തങ്ങളൊക്കെ പഠിച്ചത് മിക്കപ്പോഴും. അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ചിലപ്പോഴും മലയാളം PG എടുക്കുമ്പോഴായിരിക്കും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് അല്ലേ. ഏത് ലാംഗ്വേജിൻ്റെ ആണെങ്കിലും കുറച്ച് ഘടകങ്ങളുണ്ട്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇങ്ങനത്തെ പല പല കാര്യങ്ങൾ നമ്മൾ അഡ്വാൻസ് ലെവലിലാണ് പഠിക്കേണ്ടത്. സത്യത്തിൽ അത് സംസാരിച്ചില്ല ഒരു ആവശ്യമില്ലാത്ത സാധനമാണ്. ഇനിയിപ്പോൾ നമ്മൾ ടെൻസസിനെ പറ്റി നോക്കാം. ഏതൊക്കെ ടെൻസാണ് നമ്മൾ പഠിക്കേണ്ടത്? ഇപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് 12 ടെൻസാണ് ഉള്ളത്. എന്താണ് ടെൻസ്? അത് നമുക്ക് നോക്കാം അല്ലേ. അതായത് നമ്മൾ കാലത്തിനനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്നാണ് പറഞ്ഞത്, ഇന്നലെ ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ രീതിയിലാണ് പറയേണ്ടത് അല്ലേ. ഇന്നലെ പോയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്നും എന്തെങ്കിലും ചെയ്യും, ഇങ്ങനത്തെ പല പല കാര്യങ്ങൾ നമുക്ക് മുമ്പിലേക്ക് പോകാം. അതിപ്പോൾ ഞാനിപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 ടെൻസ് മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 90% കാര്യങ്ങളും പറയാൻ വേണ്ടി പറ്റും. ഇപ്പം നമുക്ക് സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ടെൻസും പഠിക്കും. അതിൻ്റെ ഉപയോഗങ്ങൾ പല ടീച്ചേഴ്സും പല രീതിയിൽ പറഞ്ഞിരും. സത്യത്തിൽ അതങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഈ 5 ടെൻസ് മാത്രം പഠിച്ചാൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ 90% കാര്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ഭംഗിയായിട്ട് പറയും.
100% കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് ഒരു വളരെ ചെറിയ തെറ്റാണുള്ളൂ. സ്പോക്കൺ ഇംഗ്ലീഷിലൊന്നും അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ പഠിച്ചു അല്ലെ. പെർമനൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ കണ്ടതാണ് അല്ലേ. ആ പാഠവും ഞാൻ അടിയിൽ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതായത് അവൻ കേരളത്തിലാണ് താമസിക്കുന്നത്. എന്താണ് അവനാണല്ലേ, അവനെ എന്താണ് സിംഗിളറിലും പ്ലൂറലാണോ? അവൻ ഒറ്റയാളേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അത് സിംഗിളറാണ് അല്ലേ. ഈ ലീവ്സ് ഇൻ കേരള, അവൻ കേരളത്തിലാണ് ജീവിക്കുന്നത് അല്ലേ. ലീവ്സ് വന്നു, V1S വന്നു, എന്താണെന്നൊക്കെ ആ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോഴേ നമ്മൾ ഹാബിറ്റ്സ് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അവൻ എല്ലാ വെള്ളിയാഴ്ചയും ക്രിക്കറ്റ് കളിക്കും, അല്ലെങ്കിൽ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ക്രിക്കറ്റ് കളിക്കും എന്ന് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഐ പ്ലേ ക്രിക്കറ്റ് എവറി ഫ്രൈഡേ അല്ലേ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഹാബിറ്റ്സ് പറയാൻ വേണ്ടി, നമ്മുടെ ശീലങ്ങൾ പറയാൻ വേണ്ടി ഏതാണ് ഉപയോഗിക്കുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ എപ്പോഴും ശരിയായിട്ടുള്ളൊരു കാര്യങ്ങൾ പറയാൻ വേണ്ടി എന്താണ്, ആളുകൾക്ക് എപ്പോഴും ഭക്ഷണം ആവശ്യമുണ്ട് അല്ലേ. ജനങ്ങൾക്ക് ഭക്ഷണം വേണം, നമുക്ക് ഭക്ഷണം ജീവിക്കാൻ പറ്റില്ല, പീപ്പിൾ നീഡ് ഫുഡ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. 2+2 എന്നുള്ളത് 4 അല്ലേ. ഇങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ 100 ഡിഗ്രിയിൽ വെള്ളം തിളയ്ക്കും, വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് എവിടെയാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അവൻ കേരളത്തിലല്ല ജീവിക്കുന്നത് എന്ന് പറയണമെന്നുണ്ടെങ്കിലോ, അപ്പോൾ സിംഗിളറും പ്ലൂറലും ഇവിടെയും പ്രശ്നമാണല്ലേ. എന്താണ്, ഹി ഡസൻറ്റ് ലീവ് ഇൻ കേരള എന്നാണ് അവിടെ പറയുന്നത് അല്ലേ. ഇനിയിപ്പോൾ ഡോണ്ട് ആണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ് എവറി ഫ്രൈഡേ, അപ്പോഴേ അവർ ഡോണ്ട് വന്നു. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ എൻ്റെ ഇപ്പോൾ ഈ പറയുന്നത് കേട്ട് ഒന്നും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല. ആ ചാപ്റ്ററിലേക്ക് പോകണം, വിശദമായിട്ട് നോക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, 1ാമത്തെ ചാപ്റ്റർ മുതൽ പഠിക്കണം. ഒരു ചാപ്റ്റർ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പഠന രീതി തന്നെ മാറ്റണം. നമ്മൾ പഠിക്കുന്നതന്നെയാണ്, നമ്മൾ ആർക്കോ വേണ്ടി പഠിക്കുന്നത് അല്ലേ. പക്ഷേ ആർക്കോ വേണ്ടിയല്ല, നമുക്ക് വേണ്ടി പഠിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1ാമത്തെ ചാപ്റ്റർ എനിക്ക് മനസ്സിലായില്ല എങ്കിൽ 1ാമത്തെ ചാപ്റ്ററിൽ നിൽക്കുക, 2ാമത്തേലേക്ക് പോകണ്ട. നമ്മൾ ആരെയും കാണിക്കാൻ വേണ്ടി പഠിക്കേണ്ട. അപ്പോൾ ശ്രദ്ധിക്കുക, ആ 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ സെൻറ്റൻസ് പ്രിപ്പറേഷൻ സീക്രട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലായോ എങ്കിൽ മാത്രമേ നമ്മൾ സിംഗുലർ പ്ലൂറൽ പഠിക്കാവുള്ളൂ. സിംഗുലർ പ്ലൂറൽ മനസ്സിലായില്ല എങ്കിൽ എന്ത് ചെയ്യണം? ആ സിംഗുലർ പ്ലൂറലിൻ്റെ അടിയിൽ സിംഗുലർ പ്ലൂറലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്നോട് ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞുതരും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡൻസ് പഠിച്ചിട്ടുള്ളവർ പറഞ്ഞു തരും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, അതിനകത്ത് ബാക്കി സ്റ്റുഡൻസ് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ സിംഗുലർ പ്ലൂറൽ പഠിക്കുമ്പോഴത്തേനും നമ്മൾ പാസീവ് വോയിസിനെ പറ്റി ചിന്തിക്കില്ലേ അല്ലേ, അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം അല്ലേ. നമ്മളെന്താണ്, നമ്മൾ പിന്നെ ഇപ്പോൾ തറ പോലും കെട്ടിയിട്ടില്ല, അതിന് മുമ്പ് നമ്മൾ 10ാം നിലയിൽ ഇടുന്ന ഫർണിച്ചറിനെ പറ്റി ചിന്തിക്കരുത്. അതാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. 2ാമത് നമ്മൾ പഠിക്കേണ്ട ടെൻസാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താണ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈശോക്കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ആ സമയത്താണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈശോക്കുട്ടി ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്, ഈശോക്കുട്ടി ഈസ് സ്ലീപ്പിംഗ് അല്ലേ. ഇനിയിപ്പോൾ ഞാനിപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണോ? അല്ലല്ലോ, ഞാൻ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മനസ്സിലാക്കില്ലേ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഐ ആം ടോക്കിംഗ് സംതിങ്, അല്ലെങ്കിൽ ഐ ആം ടോക്കിംഗ് ടു യു, അല്ലെങ്കിൽ ഐ ആം ടീച്ചിങ് യു. ഇതൊക്കെ പറയല്ലേ. ഇവിടെ എന്താണ്, പിന്നെ ഞാൻ പാട്ട് പാടുകയല്ല, ഐ ആം നോട്ട് സിംഗിങ് എ സോങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോഴെന്താണ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ഒക്കെ എവിടെയാണ് പറയുന്നത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈസ്, ആം, ആർ പ്ലസ് V1 പ്ലസ് ING. ഇതൊന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ട. നമ്മൾ അവിടെ ചെന്ന് ഇത് മനസ്സിലാക്കുക, ഇതെന്താണ്, ഇതെവിടെയാണ് ഉപയോഗിക്കുന്നുള്ളൂ മനസ്സിലാക്കുക. ഒരു ധൃതിയില്ല. ഒരു ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന മിനിമം ഒരു 10-20 തവണയെങ്കിലും കാണുക, നോട്ട് എഴുതുക, പ്രാക്ടീസ് ചെയ്യുക. ആർക്കും വേണ്ടിയല്ല, നമുക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അല്ലേ. അപ്പോഴെന്താണ്, അത് വ്യക്തമായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രം നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക്. ഇനിയിപ്പോഴും നിങ്ങൾ പഠിക്കേണ്ട സംഭവം എന്താണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും. ഇതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മുടെ 4ാമത്തെയാണ് അല്ലേ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും കണ്ടാൽ ഒരുപോലെ ഇരിക്കും, പക്ഷെ ഒരുപോലെ അല്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോഴെന്താണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഇവിടെ ഉപയോഗിക്കും കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടി. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇത് തന്നെ കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടി. അപ്പോഴേ ഡൗട്ടായല്ലേ പിന്നെ എവിടെ ഉപയോഗിക്കും എന്നുള്ളത്. ഇത് തമ്മിലുള്ള വ്യത്യാസമല്ലേ, രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. ഇപ്പോഴും പ്രത്യേകം എന്താണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ അത് സമയമില്ല, കഴിഞ്ഞ കാര്യമായിരുന്നു പക്ഷേ സമയമില്ല. പക്ഷേ സിമ്പിൾ പാസ്റ്റ് ടെൻസിനകത്ത് കഴിഞ്ഞ കാര്യമാണ്, സമയമുണ്ട്. ഇത്രേ ഉള്ളൂ വ്യത്യാസം. സിമ്പിളായിട്ട് നോക്കിയേ, ഞാൻ ഹോംവർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പിന്നെ ചെയ്ത് കഴിഞ്ഞല്ലേ. അത് എവിടെ ഇതിൻ്റെ അകത്ത് വരും, അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഞാൻ ഇന്നലെ ഹോംവർക്ക് ചെയ്തു, അത് ഏതാണ്ട് അകത്ത് വരും, അത്
സിമ്പിൾ പാസ്റ്റ് ടെൻസിനകത്ത് വരും ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്, അല്ലെങ്കിൽ ഐ ഫിനിഷ്ഡ് ഹോംവർക്ക് യെസ്റ്റർഡേ, അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഏത് സിമ്പിൾ പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും ഉള്ള തമ്മിലുള്ള വ്യത്യാസം ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഞാൻ അവിടെ കൊടുത്തിട്ടുമുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചറാണ് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്നത്. ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിലോ ഞാൻ ഹോംവർക്ക് ചെയ്തില്ല, ഐ ഹാവൻറ്റ് ഫിനിഷ്ഡ്, അല്ലേ, ഐ ഹാവ് നോട്ട് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് എന്നാൽ ഞാൻ ഹോംവർക്ക് ചെയ്ത് തീർന്നില്ല അല്ലെങ്കിൽ ചെയ്തില്ല എന്നൊക്കെ അർത്ഥം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും തമ്മിലുള്ള വ്യത്യാസം പല ആൾക്കാരും പഠിപ്പിക്കുന്നത് തെറ്റായിട്ടാണ്. അവരെന്താണ് നമ്മളെ കൺഫ്യൂഷൻ ആക്കും, അല്ലേ, നമുക്കും അറിയത്തില്ല അവർക്കും അറിയത്തില്ല. അതാണ് അതിൻ്റെ അകത്തൊരു കാര്യം. എപ്പോഴും ഒരു ഇംഗ്ലീഷിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ എവിടെയോ വായിച്ചാണ്, ഒരാൾക്കൊരു കാര്യം സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം എന്നുള്ളത്. ഇനി നോക്കുക, അപ്പോൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും പഠിക്കുക. സിമ്പിളാണ്, അല്ലേ, എന്താണ് ഒരു വ്യത്യാസം. പിന്നെ സ്ട്രക്ചറിലൊരു വ്യത്യാസമുണ്ട്. എന്താണ് ഒരിടത്ത് V3 ഹാവ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ V2 ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ. ഹാസ് എവിടെ ഉപയോഗിക്കും? സിംഗുലറിൻ്റെ കൂടെ. ഹാവ് എവിടെ ഉപയോഗിക്കും? പ്ലൂറലിൻ്റെ കൂടെ. രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ സിംഗുലറും പ്ലൂറലും തമ്മിൽ നമുക്കറിയത്തില്ല, അല്ലേ, അപ്പോഴും നമുക്ക് തെറ്റി പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരൊറ്റ ടെൻസും കൂടെ പഠിച്ചാൽ എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഭാവി കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ നിന്നെ പിന്നെ വിളിക്കാം, ഐ വിൽ കോൾ യു ലേറ്റർ. ഓക്കെ, ഇവിടെ വില്ല് പ്ലസ് V1 ആണ് ഉപയോഗിക്കേണ്ടത്. ഐ വിൽ കോൾ യു ലേറ്റർ, ഞാൻ പിന്നെ നിന്നെ വിളിക്കാം. ഓക്കെ, അവൻ നാളെ വരും, ഹി വിൽ കം ടുമോറോ. ഓക്കെ, ഇവിടെ വിൽ ഉപയോഗിക്കുക, V1 ഉപയോഗിക്കുക, തീർന്നു, വളരെ സിമ്പിൾ. ഇനി എന്താണ് നെഗറ്റീവ് എങ്ങനെ ഉപയോഗിക്കും? വിൽ നോട്ട്, അല്ലേ, വിൽ നോട്ട്. വിൽ നോട്ടൊക്കെ എങ്ങനെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൽ വോണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കഴിഞ്ഞു? നമ്മുടെ ടെൻസ് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നിങ്ങളെന്താണ് പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലെങ്കിൽ പിന്നെ ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഇതിലേക്കൊന്നും ഒത്തിരി അങ്ങ് പോകണ്ട. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ എന്നെ പ്രശ്നം അറിയോ, നമുക്കാകെ കൺഫ്യൂഷൻ ആകും. ഈ 5 എണ്ണം പഠിച്ച് തറവായിട്ട് അത്തുവെച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ച് കഴിയുമ്പോൾ പിന്നെയാണ് നമ്മൾ ബാക്കിയൊക്കെ നോക്കേണ്ടത്. ബാക്കിയൊക്കെ പിന്നെ നോക്കിയാൽ ഇത് കഴിഞ്ഞ് പഠിക്കേണ്ട വേറെ കാര്യമില്ല. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ പഠിക്കേണ്ടതിനാണ് ഈ V1 V2 V3 നമ്മളിവിടെ ഉപയോഗിക്കുന്ന കാര്യം സംസാരിച്ചല്ലോ. V1 ഇവിടെ വേണം, V2 ഇവിടെ വേണം, V3 ഇവിടെ വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഏതാണ് V3 ആണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ V2 ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ V1 ആണ് ഉപയോഗിച്ചത്. ഇത് എന്താ ഈ സംഭവം, അല്ലേ? അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലിസ്റ്റ് തരാമോ? ഒരു 60 വെർബുകൾ അത്യാവശ്യം ആവശ്യമുള്ളത്, അല്ലേ, മരുന്നിനുള്ള സാധനങ്ങൾ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ചാപ്റ്ററിൻ്റെ ലിസ്റ്റ് ഏതാണ്, ഏത് ചാപ്റ്റർ ആണെന്നൊക്കെ ഉള്ളത് ഞാൻ താഴെ കൃത്യമായിട്ട് ലിങ്കിൽ ഞാൻ ഒന്ന് കമൻറ്റ് എഴുതേണ്ട അവിടെ ഞാൻ പിന്നെ വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ പോയാലും ഇത് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്, നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയും ചെയ്യുന്ന 72 പ്രവൃത്തികൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്നുള്ളത് ഞാൻ ഒരു പുസ്തകം പോലെ വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. ആ പാഠവും കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ കാണണം. കാരണം എന്താണ്, നമ്മൾ സാധാരണ എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇത് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പല്ല് തേക്കുന്ന സമയത്ത് എങ്ങനെ ഞാൻ പറയും ഇത് പല്ല് തേക്കുവാണെന്നല്ലേ, അല്ലെങ്കിൽ കുളിക്കുക എന്നുള്ളതിന് ഞാൻ എങ്ങനെ പറയും? ഇതൊക്കെ നമ്മൾ പിന്നെ ഓർക്കണം. അല്ലെങ്കിൽ എഴുന്നേൽക്കുക എന്നുള്ളതിന് എങ്ങനെയാണ് പറയുന്നത്? ബെഡ് വിരിച്ചിടുക എന്നുള്ളതിന് എന്ത് പറയും? ഇതൊക്കെ നമ്മൾ എവിടെ കൊടുത്തിട്ടുണ്ട്? ഈ 72 പ്രവൃത്തികളുടെ അകത്ത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ അത് പോയി കാണുന്നു. അപ്പോഴെന്താണ്, നമുക്ക് വീണ്ടും ഒരുമാതിരി ഗ്രിപ്പാവും. പിന്നെ നമ്മൾ അവസാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സാധനമാണ് 1500 വേർഡ് മതി ഇംഗ്ലീഷ് സംസാരിക്കാനെന്ന് അമേരിക്കൻ ഗവൺമെൻറ് ഫണ്ട് ചെയ്തൊരു പ്രോജക്റ്റിൽ നിന്ന് മനസ്സിലാക്കിയത്. ഞാനിത് പറഞ്ഞത് മനസ്സിലാക്കിയതൊന്നും അല്ല കേട്ടോ. ഇത് അമേരിക്കൻ ഗവൺമെൻറ് ഫണ്ട് ചെയ്തൊരു പ്രോജക്റ്റിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ആ 1500 വാക്ക് ഏതൊക്കെയാണ്? ഇത്രയും സിമ്പിൾ വാക്കുകൾ വേറെയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ എന്താണ്, ഇപ്പം അമേരിക്കൻ ഗവൺമെൻറ് പറഞ്ഞ ഇത്രയും വാക്കുകൾ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ സംസാരിച്ച് തുടങ്ങാമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ 1500 വാക്കുകൾ ഏതൊക്കെയാണെന്നുള്ളൊരു പുസ്തക രൂപത്തിൽ സൗജന്യമായിട്ട്, ഇതിന് പൈസയൊന്നും മുടക്കണ്ട കേട്ടോ, സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അപ്പം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ആ വേർഡ് മാത്രമല്ല സെൻറ്റൻസുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വേർഡിൻ്റെ അതിൻ്റെ മീനിങ് ഉണ്ട്, പിന്നെ അത് കൂട്ടി 1-2 സെൻറ്റൻസുകളുണ്ട്. നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? നമ്മൾ വേർഡ് പഠിക്കണോ സെൻറ്റൻസ് പഠിക്കണോ? തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ടത് സെൻറ്റൻസുകളാണ്. ആ വേർഡൊന്നും പഠിച്ചാൽ നമ്മൾ ഓർത്തിരിക്കത്തില്ല, ആരും ഓർത്തിരിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ആ സെൻറ്റൻസുകൾ പഠിക്കുക. പിന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങൾ മതി. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതെല്ലാം കൂടെ പഠിച്ചു തീർക്കാൻ ഞാൻ എന്തൊരു സമയം എടുക്കും എന്നുള്ളതാണ്. ഞാൻ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ അത്രയും പഠിച്ച്
തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് വെറും 3 മണിക്കൂർ മതി. ഈ 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കുക. പിന്നെ ആ ഇംഗ്ലീഷിൻ്റെ ബുക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുക, ഈ വാക്കുകളൊക്കെ എനിക്ക് അറിയാവോ ഇല്ലയോ എന്നുള്ളത്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് 100% ആ വാക്കുകളെല്ലാം അറിയും. ഇത്രയും അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ഇംഗ്ലീഷ് കോഴ്സ് നിങ്ങൾ വാട്സപ്പിലോ എവിടെ അല്ലെങ്കിൽ ആരുടെ അടുത്ത് പോയി പഠിക്കൂ, എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ 5 കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഞാൻ ഇത്രയും പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഒരു 80% നിങ്ങളുടെ ക്ലിയർ ആവും. പിന്നെ നമ്മൾ സംസാരിക്കേണ്ടത് എന്ത് പൊട്ടത്തരമാണെങ്കിലും നമ്മൾ പറയുക. ഏറ്റവും എളുപ്പം എന്താണ്, ഞാൻ നിങ്ങളോട് ഇന്നാണ് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ, ചുമ്മാ എയർടെലിൻ്റെയോ അല്ലെങ്കിൽ ജിയോയുടെയൊക്കെ കസ്റ്റമർ കെയർ വിളിച്ചിട്ട് ഇംഗ്ലീഷ് ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യാവുള്ളൂ, സംസാരിക്കുക. അപ്പോഴെന്താണ് നമ്മൾ പറയാനുള്ള കാര്യം പറയുക. അപ്പോഴേ നമുക്ക് എന്താണ് തെറ്റുകളൊക്കെ പറ്റുമല്ലേ, തെറ്റ് പറ്റുന്ന അടുത്തയാൾ നമ്മൾ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് സംസാരിക്കാം. ചാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ചാറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ കമ്മിറ്റ് ചെയ്യുക, ആ ഒരു 3 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം ബാക്കി നമ്മൾ ഇംഗ്ലീഷ് തുടരുക. അപ്പോൾ നാളെ നമ്മുടെ 6ാമത്തെ ദിവസമാണ്. അപ്പോൾ നാളെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെ ഈ പാഠം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.